ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യോളജി. സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സുകൾ, അതായത് സൈദ്ധാന്തിക വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹിക ശാസ്ത്രത്തിലെ സൈദ്ധാന്തിക വീക്ഷണങ്ങൾ, സോഷ്യോളജിയിലെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലൂടെ കിടക്കാം. Theoretical perspectives on sociology. Sociology is guided by a variety of theoretical perspectives that provide distinct framework for understanding and analyzing social phenomena. സാമൂഹികമായിട്ടുള്ള പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിനും അത് വിശകലനം ചെയ്യുന്നതിനുമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഫ്രെയിംവർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് സൈദ്ധാന്തിക സിദ്ധാന്തങ്ങൾ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പെർസ്പെക്റ്റീവ്സുകൾ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മനുഷ്യരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ സൊസൈറ്റി സ്ട്രക്ചർ, അവരുൾപ്പെടുന്ന സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്താണ്, അവർ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്തത്, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്നുകൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരം പെർസ്പെക്റ്റീവുകൾ. ഓക്കെ, അത്തരത്തിൽ പ്രധാനപ്പെട്ട പെർസ്പെക്റ്റീവ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആണ്. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് സൊസൈറ്റി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ്, അതായത് സങ്കീർണമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് സമൂഹം. ഇതിനകത്ത് ഒരുപാട് പാർട്സുകൾ, ഇന്റർ റിലേറ്റഡ് പാർട്സുകൾ ഈ സമൂഹത്തിലുണ്ട്. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ്, വാല്യൂസ്, അതായത് ഒരു സൊസൈറ്റിയിലുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സൊസൈറ്റിയുടെ പാർട്സ് ആയിട്ടാണ്, ഇന്റർ റിലേറ്റഡ് പാർട്സ് ആയിട്ടാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഇന്റർ റിലേറ്റഡ് പാർട്സുകളുടെ ഫംഗ്ഷനിലൂടെ സൊസൈറ്റിയിൽ ഒരു സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ഓർഡർ, സാമൂഹികമായിട്ടുള്ള ഒരു ക്രമം, അതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, സോ അവരുടെ ഒരു കാഴ്ചപ്പാട് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിനകത്ത് ഒരുപാട് ഇന്റർ റിലേറ്റഡ് പാർട്സുകളുണ്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ, നോംസ്, വാല്യൂസ് പോലുള്ള പാർട്ടുകളുണ്ട്. ഈ പാർട്ടുകളെല്ലാം സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഓർഡറും ഒരു സ്റ്റെബിലിറ്റി, ഒരു ഇക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളുടെ ഒരു വ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായി എമിൽ ഡർക്കെയിം ആണ്. അപ്പോൾ എമിൽ ഡർക്കെയിമിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർ വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും അദ്ദേഹത്തിന്റെ സൂയിസൈഡ് കോൺസെപ്റ്റുകളൊക്കെ അല്ലെ. അദ്ദേഹത്തിന്റെ എന്താണ് എലമെന്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്, അതുപോലെ സൂയിസൈഡ് തിയറി ആൻഡ് എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ, ഇതൊക്കെ ഇത്തരം കോൺസെപ്റ്റുകളെല്ലാം എമിൽ ഡർക്കെയിമിൻ്റെതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ അവരുടെ ക്രമവും യോജിപ്പും എങ്ങനെ നിലനിർത്താം, ഒരു സോഷ്യൽ ഓർഡർ ആൻഡ് ഒരു സ്റ്റെബിലിറ്റിയൊക്കെ എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ചായിരുന്നു ഡർക്കെയിം കൂടുതലും പഠനം നടത്തിയിരുന്നത് കേട്ടോ. സോ അപ്പോൾ ഈ സ്ട്രക്ചറൽ ഫങ്ഷനിസ്റ്റുകൾ മെയിൻലി എന്താണ് സോഷ്യൽ ഓർഡറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. സൊസൈറ്റി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സൊസൈറ്റി നിലനിൽക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സുകൾ സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡർ, സ്റ്റെബിലിറ്റിയും ഉണ്ടാക്കി എടുക്കുന്നു എന്നൊക്കെയാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. അവരെങ്ങനെയാണ് ഇത് പറയുന്നത്? അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ സ്റ്റഡിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ എമിൽ ഡർക്കെയിം മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് ഈ സാമൂഹികമായിട്ടുള്ള ഒരു ക്രമം, സോഷ്യൽ ഓർഡർ ഒക്കെ എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു എമിൽ ഡർക്കെയിം കൂടുതലും പഠനം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സൂയിസൈഡ് തിയറി, ഇത് എലമെന്ററി ഫോം ഓഫ് റിലീജിയസ് ലൈഫ്, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ആ കോൺസെപ്റ്റുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഡർക്കെയിമിന്റെ കൃതികളിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തേത് വ്യക്തിയേക്കാൾ കൂടുതൽ സമൂഹത്തിനാണ് അദ്ദേഹം മുൻഗണന കൊടുത്തിരുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിക്കാം എന്നൊക്കെയായിരുന്നു ഡർക്കെയിം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് emphasize the role of social interaction and collective consciousness. അതുപോലെ തന്നെ എമിൽ ഡർക്കെയിമിന്റെ കൂട്ടായ പ്രാതിനിധ്യം അല്ലെങ്കിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലും അതുപോലെ തന്നെ കൂട്ടായ പ്രാതിനിധ്യം അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. അതായത് എല്ലാ വ്യക്തികൾ എന്ത് ചെയ്യുന്നത് മറ്റൊരാളിൽ നിന്ന് പലതും പഠിച്ചെടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അവനൊരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നുണ്ട്, അവനൊരു സമൂഹത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സോ ഇവിടെയൊക്കെ അവൻ എന്താണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ പല കാര്യങ്ങളും അവൻ പഠിച്ചെടുത്തിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു ബിഹേവിയർ അവൻ പ്രകടിപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെ എല്ലാവരിൽ നിന്നും സ്വാംശീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ
എല്ലാവരെയും അവന്റെ ഭാഗമാകുന്ന സമൂഹത്തിലെ എല്ലാവരെയും അനലൈസ് ചെയ്തുകൊണ്ട് അവൻ്റെതായിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഈ കളക്റ്റീവ് ആയിട്ടുള്ള എല്ലാ നാച്ചുറൽസ് അല്ലെങ്കിൽ എല്ലാ ബിഹേവിയറും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവന്റെ പെരുമാറ്റത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂട്ടായിട്ടാണ് അല്ലെങ്കിൽ കൂട്ടായ പ്രാതിനിധ്യം അവന്റെ പെരുമാറ്റത്തിൽ അവന്റെ ഒരു ഇന്ററാക്ഷനിൽ കാണാനായിട്ട് കഴിയുമെന്നൊക്കെയാണ് ഡർക്കെയിം പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൽ പ്രധാനി എന്ന് പറയുന്ന എം എ ഡർക്കെയിമും അതുപോലെ ടാൽകോട്ട് പാഴ്സൺ കുറച്ചുകൂടെ അതായത് മോഡേൺ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലോട്ട് വരുന്ന സമയത്ത് ടാൽകോട്ട് പാഴ്സന്റെ കോൺട്രിബ്യൂഷൻ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് ടാൽകോട്ട് പാഴ്സൺ. ഇദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇപ്പൊ 20ാം നൂറ്റാണ്ടിൽ സോഷ്യോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടാൽകോട്ട് പാഴ്സൺ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. ആൻഡ് ദ സോഷ്യൽ സിസ്റ്റം ആൻഡ് എസ്സേസ് ഇൻ സോഷ്യോളജിക്കൽ തിയറി, അതുപോലെ പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അതൊക്കെ നോട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു സ്ഥിരതയും ഒരു സോഷ്യൽ ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ സൊസൈറ്റിയിൽ എല്ലാ വ്യക്തികളും അംഗീകരിക്കുന്ന ചില സോഷ്യൽ ഓർഡേഴ്സും അല്ലെങ്കിൽ ക്രമങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് പോയാൽ മാത്രമേ ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു വ്യക്തിക്ക് ഒരു സാമൂഹിക സ്ഥിരത അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയും ആ സമൂഹത്തിൽ അവനെ അംഗീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ സമൂഹത്തിൽ ആ വ്യക്തിയെ വിലയിരുത്തുന്നതും ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, ഒരു സൊസൈറ്റിയിലെ ഒരു വ്യക്തിയെയും വിലയിരുത്തുന്നത് എന്നൊക്കെയാണ് ടാൽകോട്ട് പാഴ്സൺ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കോൺട്രിബ്യൂഷൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ടാൽകോട്ട് പാഴ്സൺ സാമൂഹിക സന്തുലിതാവസ്ഥ, അതായത് ഒരു സൊസൈറ്റൽ ബാലൻസ് നിലനിർത്തുന്നതിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ പങ്ക് എന്താണ് എന്ന് വിശകലനം ചെയ്തൊരു വ്യക്തിയാണ്. ഇറ്റ്സ് മെയിൻലി ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ മെയിൻറ്റെയിനിങ് സോഷ്യൽ ബാലൻസ്. അപ്പോൾ എങ്ങനെയാണ് സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, പങ്ക് വഹിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം കൂടുതൽ പഠനം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പൊ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇന്റൻഡഡ് ആൻഡ് recognized outcomes of social institutions. Example, education provides knowledge. Okay, അപ്പോൾ മാനിഫെസ്റ്റ് ഫംഗ്ഷനിലൂടെ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ അതുപോലെ അത് ഉദ്ദേശിച്ചതും അംഗീകൃതവുമായിട്ടുള്ള ഫലങ്ങളെയാണ്. അപ്പൊ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്ന അതിന്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഔട്ട്കംസ്, അതിന്റെ ഫലങ്ങളൊക്കെയാണ് ഈ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് നോളജ് അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുകയും അതിലൂടെ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അതുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സ്കൂൾ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിലൂടെ അതിന്റെ ഉദ്ദേശം എന്താണ്, പ്രൊവൈഡ് നോളജ്, അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ ഉദ്ദേശം എന്താണ്, മതപരമായിട്ടുള്ള അറിവുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, അത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്കം എന്താണ്, അത് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഇന്റൻഡഡ് എന്താണ് എന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റന്റ് ഫംഗ്ഷൻ അൺഇന്റൻഡഡ് ഓർ ഹിഡൻ ഔട്ട്കംസ്, അതായത് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഫലങ്ങൾ, അൺഇന്റൻഡഡ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് ഈ ലേറ്റന്റ് ഫംഗ്ഷൻസിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തി. അല്ലെങ്കിൽ ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന ചില ഔട്ട്കംസ്, അൺഇന്റൻഡഡ് ആയിട്ടുള്ള ഔട്ട്കംസിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ ഫോഴ്സസ് സോഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വലയം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ, അതായത് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം
അവരുടെ പരസ്പരമുള്ള ഒരു ഇന്ററാക്ഷൻ, അവരുടേതായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള സ്കൂളിൽ എന്നാൽ അവിടെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സാമൂഹികമായിട്ടുള്ള ഒരു ചുറ്റുപാട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. മെയിൻലി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്കൂൾ എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം എന്താണ്? അറിവ് പകർന്നു കൊടുക്കുക. അതാണ് മെയിൻലി മാനിഫെസ്റ്റ് ഫംഗ്ഷനിനകത്ത് പറയുന്നത്. എന്നാൽ ലേറ്റന്റ് ഫംഗ്ഷനിനകത്ത് ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ എന്താണ്, എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുന്ന സ്കൂളിൽ എന്താണ്, സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. അത് പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇല്ല എന്നുള്ളതാണ്. അവിടെ അതൊരു ഹിഡൻ ആയിട്ടുള്ള അൺഇന്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഔട്ട്കംസിനെയാണ് അദ്ദേഹം ലേറ്റന്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിസ്ഫങ്ഷൻ. ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ടാൽകോട്ട് പാഴ്സന്റെ ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എലമെന്റ്സ് ദാറ്റ് ഡിസ്റപ്റ്റ് സൊസൈറ്റൽ ഹാർമണി. ഓക്കെ, എന്താണ്, സാമൂഹിക ഐക്യം തകർക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഇക്വാളിറ്റി ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അസമത്വം. അതെന്താണ്, അത് സാമൂഹികമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്തുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. സോ സാമൂഹികമായിട്ടുള്ള ഒരു ഐക്യത്തെ തകർക്കുന്ന എല്ലാ എലമെന്റ്സിനെയും ഡിസ്ഫങ്ഷൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു ഡിസ്ഫങ്ഷൻ ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഈ മാനിഫെസ്റ്റ് ഫംഗ്ഷൻ, ലൈറ്റന്റ് ഫംഗ്ഷൻ, അതുപോലെ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഇൻ സോഷ്യോളജി ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അല്ലെ. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ എമനുവൽ ഡർക്കീമും ടാൽകോട്ട് പാഴ്സനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ്, ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡ് എ മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ സൊസൈറ്റൽ കമ്പോണൻസ് വർക്ക് ടുഗദർ. അപ്പൊ സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മാക്രോ ലെവലിലുള്ള ഒരു ധാരണ നമുക്ക് നമ്മളിൽ എത്തിക്കാനായിട്ട് ഈ ഒരു പെർസ്പെക്റ്റീവ്സിന് കഴിയുന്നു എന്നുള്ളതാണ്. മാക്രോ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി വിശാലമായ തലത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റൽ കമ്പോണൻസുകൾ, സാമൂഹിക ഘടകങ്ങളൊക്കെ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വിശാലമായ തരത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓവർ എംഫസൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇഗ്നോർസ് പവർ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് മെയിൻലി ഫോക്കസൈസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ട്, സോഷ്യൽ സ്റ്റെബിലിറ്റി, സോഷ്യൽ ഓർഡറിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ കൂടുതലായിട്ട് ഓവർ എംഫസൈസ് സ്റ്റെബിലിറ്റി, അതായത് അമിതമായിട്ട് സാമൂഹികമായിട്ടുള്ള സ്റ്റെബിലിറ്റിയെ കുറിച്ച്, സാമൂഹിക ക്രമത്തെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പെർസ്പെക്റ്റീവ്സ് ഊന്നൽ നൽകുന്നത്. എന്നാൽ സ്ട്രഗിളിനെ കുറിച്ചോ സോഷ്യൽ ചേഞ്ചിനെ, സാമൂഹിക മാറ്റത്തെ കുറിച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല ഈ ഒരു പെർസ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ എന്ത് ചെയ്യുന്നില്ല, നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ രണ്ടാമതായിട്ട് ഡീൽ ചെയ്യുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് കോൺഫ്ലിക്റ്റ് തിയറിയാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് തിയറി എക്സാമിൻസ് സൊസൈറ്റി ത്രൂ ദ ലെൻസ് ഓഫ് പവർ ഡൈനാമിക്സ്, ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. അതായത് സാമൂഹികമായിട്ടുള്ള വൈരുദ്ധ്യം, സംഘർഷങ്ങൾ, അസമത്വം, അതുപോലെ തന്നെ പവർ ഡൈനാമിക്സ്, അതായത് പവർ ഡൈനാമിക്സ്, അസമത്വം, സാമൂഹിക സംഘർഷങ്ങൾ, ഇത്തരം ലെൻസിലൂടെയാണ് സൊസൈറ്റിയെ അല്ലെങ്കിൽ സമൂഹത്തെ ഈ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ പരിശോധിക്കുന്നത്. ആൻഡ് ഈ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇറ്റ് പോസസ് ദാറ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആർ ഷേപ്ഡ് ബൈ competition for resources and the dominance of powerful group over the less privileged. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ വിഭവങ്ങൾക്കായിട്ടുള്ള മത്സരം, അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് സ്കേഴ്സ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിൽ ആ റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും സമൂഹത്തിൽ. വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരവും അധികാരം കുറഞ്ഞ വിഭാഗങ്ങളുടെ മേലുള്ള ആധിപത്യവുമാണ് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത്. സാമൂഹിക ഘടന രൂപപ്പെടുന്നത് തന്നെ ഈ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ ഡോമിനൻസ് ഓഫ് പവർഫുൾ ഗ്രൂപ്പ്സ്, അതായത് ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേലുള്ള അധികാര വർഗങ്ങളുടെ അവരുടെ ഒരു പവറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സൊസൈറ്റിയിൽ സാമൂഹിക ഘടന രൂപപ്പെടുന്നത് എന്നാണ് കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകൾ പറയുന്നത്. ആൻഡ് ഇതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ നമുക്കറിയാം, കാൾ മാർക്സ്, അതുപോലെ തന്നെ സി ഫ്രോയിഡ് മിൽസ് ഒക്കെയാണ്.
ഇപ്പോൾ കാൾ മാർക്സിന്റെ കോൺട്രിബ്യൂഷൻ ക്ലാസ് സ്ട്രഗിൾ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് അല്ല പവർ, അതായത് എലൈറ്റ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അതായത് ക്ലാസ് സ്ട്രഗിൾ അല്ലേ, അതായത് എന്താണ് ലേബർ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ തിയറിയിലൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ വർക്കാണ്, ഈ കോൺഫ്ലിക്റ്റ് തിയറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കുകളാണ്. ആൻഡ് കാൾ മാർക്സ് ഫോക്കസസ് ഓൺ ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ബൂർഷ്വാസി ആൻഡ് പ്രൊലറ്റേറിയറ്റ് അല്ലേ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലേ. അതായത് ബൂർഷ്വാസിയും ഓണേഴ്സും അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, പ്രൊലറ്റേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ്, ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ക്ലാസ് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാൾ മാർക്സ് തന്റെ തിയറികളിലൂടെയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള വർക്കുകൾ ക്ലാസ് കോൺഫ്ലിക്റ്റുകളൊക്കെ വളരെ നോട്ടബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് സ്റ്റീവ് റൈറ്റ് മിൽ സ്റ്റഡിഡ് പവർ എലൈറ്റ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓവർ സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ്. അതായത് പവർ എലൈറ്റ് ഗ്രൂപ്പുകളും സാമൂഹ്യ ഘടനയിൽ അവരുടെ സ്വാധീനത്തെ കുറിച്ചൊക്കെയാണ് സ്റ്റീവ് റൈറ്റ് മില്ല് പഠനം നടത്തിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ നോട്ടബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ എക്സ്ട്രാ ലെക്ചർ നോട്ട് എഴുതുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ കാൾ മാർക്സിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ് കോൺഫ്ലിക്റ്റ്, അലിനേഷൻ, ഹെഗമണി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വളരെ പ്രശസ്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ചില തിയററ്റിക്കൽ കോൺസെപ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ. ആൻഡ് മാർക്സ് മനുഷ്യ സമൂഹത്തെ ഒരു പരസ്പര ബന്ധിതമായിട്ട് ആണ് കൺസിഡർ ചെയ്തത്. അതായത് മൊത്തത്തിൽ അവരെ പരസ്പര ബന്ധിതമായിട്ട് മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തെ വീക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ ആ മനുഷ്യ സമൂഹത്തിനുള്ളിൽ സാമൂഹിക ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സിദ്ധാന്തങ്ങൾ, ഇതൊക്കെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് സൊസൈറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ വേർതിരിച്ച് കാണുന്നതിനേക്കാൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം അഫക്ട് ചെയ്യപ്പെടുന്ന മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ വീക്ഷിക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മനുഷ്യ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണ്, അത് തിന്മയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലതോ അങ്ങനെയല്ല, മാറ്റാനുള്ള അല്ലെങ്കിൽ മാറാൻ കഴിവുള്ളതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത്. അത് സൊസൈറ്റിക്ക് അനുസരിച്ച് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എന്താണ് സാമൂഹിക ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനനുസരിച്ചിട്ട് എന്താണ് മനുഷ്യ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതെന്താണ് മനുഷ്യ പ്രകൃതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ നാച്ചുറൽ മാറ്റങ്ങൾ വരുന്നു. അത് എന്താണ് വിപ്ലവാത്മകമാണെന്നൊക്കെയാണ് കാൾ മാർക്സ് പറയുന്നത്. അതുപോലെ തന്നെ മാർക്സിന്റെ അഭിപ്രായത്തില് മനുഷ്യൻ എപ്പോഴും ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയും അവന്റെ പരിസ്ഥിതിയുമായി സൃഷ്ടിപരമായിട്ടുള്ള ഒരു റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സർഗാത്മകമായിട്ടുള്ള മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു രൂപത്തിലാണ് ഈ ഒരു സർഗാത്മകത പ്രകടമാകുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. അതായത് മനുഷ്യൻ എപ്പോഴും എന്താണ് ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതിനെ ഒരു സർഗാത്മക കഴിവായിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അത് എന്താണ് അധ്വാനത്തിന്റെ രൂപത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ആവുന്നതെന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ഉൽപാദന പ്രക്രിയയിലൂടെ മനുഷ്യൻ തന്റെ പരിസ്ഥിതിയെ മാത്രമല്ല തന്നെയും അതുപോലെ തന്നെ അവൻ ജീവിക്കുന്ന സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതായത് ഉൽപാദന മോഡ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ് മനുഷ്യൻ അവന്റെ ചുറ്റുപാടിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് മാർക്സ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഉൽപാദന രീതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ. അതായത് അദ്ദേഹം പറയുന്നത് എന്താ, ഉൽപാദന പ്രക്രിയയെ ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയവും വിശദവുമായിട്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതി എന്നൊക്കെയാണ് കാൾ മാർക്സ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ലെ, ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് ക്ലാസസ് ഓവർ റിസോഴ്സസ് ആൻഡ് പവർ. വിഭവങ്ങളുടെയും അധികാരത്തിന്റെയും പേരിൽ വിവിധ സാമൂഹിക സാമ്പത്തിക വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി, അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റിലുള്ള മേലെ മുന്നോട്ട് വെക്കുന്നത്. അലൈനേഷൻ, അതായത് ഒറ്റപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, മാറ്റി നിർത്തുക. വർക്കേഴ്സ് ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം ദെയർ ലേബർ ഡ്യൂ ടു എക്സ്പ്ലോയിറ്റേഷൻസ്. ചൂഷണം കാരണം തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുന്നു അല്ലെങ്കിൽ വിച്ഛേദിച്ച് നിൽക്കുന്നു. ആ ഒരു പ്രക്രിയ, അതിനെയാണ് അദ്ദേഹം ഈ അലിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഹെഗമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധിപത്യം അല്ലെ, ഡോമിനൻസ് ഓഫ് കൾച്ചറൽ നോംസ് ബൈ റൂളിംഗ് ക്ലാസസ്. അതായത് ഭരണവർഗങ്ങളുടെ അല്ലെങ്കിൽ സാംസ്കാരിക മാനദണ്ഡങ്ങളുടെയും ഭരണവർഗങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള സാംസ്കാരിക മാനദണ്ഡങ്ങളുടെയൊക്കെ ഒരു ആധിപത്യത്തെയാണ് നമ്മൾ ഹെഗമണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഹെഗമണി, അലിനേഷൻ, ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഇത്തരം കോൺസെപ്റ്റുകളെല്ലാം കൊണ്ടുവന്നത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സിന്റെ തിയറികളിലൂടെ അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെയാണ് അദ്ദേഹം ഈ കോൺസെപ്റ്റുകളൊക്കെ മുന്നോട്ട് വെച്ചത്. അപ്പൊ നമ്മൾ കോൺഫ്ലിക്റ്റ് തിയറി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇത്തരം കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്.
ആൻഡ് ഈ ഒരു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ആൻഡ് ദ നീഡ് ഫോർ സിസ്റ്റമിക് ചേഞ്ച് അല്ലെ. സാമൂഹിക അസമത്വങ്ങളും വ്യവസ്ഥാപിത ആവശ്യകതകളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെ ഉണ്ടായ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓവർ എംഫസിസ് കോൺഫ്ലിക്ട് ഓവർലുക്ക് സോഷ്യൽ ഹാർമണി ആൻഡ് കോർപ്പറേഷൻസ്. അതായത് സംഘർഷത്തെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കോൺഫ്ലിക്റ്റിനെ അമിതമായി ഊന്നി പറയുകയും സാമൂഹിക ഐക്യത്തെയും അതുപോലെ സഹകരണത്തെയും അവഗണിക്കുകയും ചെയ്തു. അതാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്. മറ്റൊരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് സിംബോളിക് ഇന്ററാക്ഷണലിസം. ഓക്കെ, സിംബോളിക് ഇന്ററാക്ഷണലിസം ഫോക്കസ് ഓൺ മൈക്രോ ലെവൽ ഇന്ററാക്ഷൻസ് ആണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സൂക്ഷ്മതലത്തിലുള്ള ചില ഇന്ററാക്ഷൻസ്, വ്യക്തികളുടെ ഇന്ററാക്ഷൻസ്, ആ ഒരു ഇന്ററാക്ഷൻസിൽ അവർ യൂസ് ചെയ്യുന്ന സിംബൽസ്, ആക്ഷൻസ്, റിലേഷൻഷിപ്പ്, ഇതിനെയൊക്കെയാണ് മെയിൻലി ഈ സിംബോളിക് ഇന്ററാക്ഷണലിസം പെർസ്പെക്റ്റീവ്സുകൾ ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സൂക്ഷ്മതലത്തിലുള്ള അല്ലെങ്കിൽ മൈക്രോ ലെവലിലുള്ള ഇടപെടലുകളും വ്യക്തികൾ യൂസ് ചെയ്യുന്ന ചിഹ്നങ്ങൾ, അവിടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചിഹ്നങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന അർത്ഥങ്ങളിലൊക്കെയാണ് മെയിൻലി ഈ ഒരു സിംബോളിക് ഇന്ററാക്ഷണലിസം അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. It studies how social reality is constructed through communication and interactions. അപ്പോൾ മെയിൻലി ഈ ഒരു പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയവിനിമയങ്ങളിലൂടെയും അതുപോലെ പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻസിലൂടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിംബോളിക് ഇന്ററാക്ഷൻസിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസുകൾ ജോർജ് ഹെർബർട്ട് മീഡ്, ഹെർബർട്ട് ബ്ലൂമർ ഒക്കെയാണ്. ഇപ്പൊ ഹെർബർട്ട് മീഡ് എന്ന് പറയുന്നത് നമ്മൾ സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ എന്താണ് വക്താവായിട്ട് അല്ലെങ്കിൽ അത് എന്താണ് സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സമൂഹത്തില് സോഷ്യൽ ഇന്ററാക്ഷനിൽ, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ സിംബൽസിന്റെ റോൾ എന്താണ്, ചിഹ്നങ്ങളുടെ പങ്ക് എന്താണെന്നുള്ളതാണ് ഹെർബർട്ട് മീഡ് തന്റെ തിയറി അല്ലെങ്കിൽ തന്റെ വർക്കിലൂടെ കൂടുതലും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഹെർബർട്ട് ബ്ലൂമർ. അദ്ദേഹം കോയിൻഡ് ദ ടേം സിംബോളിക് ഇന്ററാക്ഷണലിസം ആൻഡ് എംഫസൈസ്ഡ് ഇറ്റ്സ് ഫോക്കസ് ഓൺ മീനിങ് മേക്കിംഗ്. അതുപോലെ എന്താണ് ഹെർബർട്ട് ബ്ലൂമർ ഹെർബർട്ട് മീഡിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആൻഡ് ബ്ലൂമർ എന്ത് ചെയ്തു, സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന പദം ഉപയോഗിക്കുകയും അദ്ദേഹത്തിന് ഇവരുടെ കോൺസെപ്റ്റിന് സിംബോളിക് ഇന്ററാക്ഷണലിസം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കോയിൻ ചെയ്ത് ഉപയോഗിച്ചത് ഹെർബർട്ട് ബ്ലൂമർ ആയിരുന്നു. ആൻഡ് അർത്ഥനിർമ്മാണത്തിൽ അല്ലെങ്കിൽ മീനിങ് മേക്കിങ്ങില് സിംബൽസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ സ്ഥാപക വക്താക്കളിൽ ഒരാളാണ് ഹെർബർട്ട് മീഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ്, സെൽഫ്, സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വളരെ ഫെമിലിയർ ആണ്. ആൻഡ് അദ്ദേഹം പറയുന്നത് സിംബൽസ്, സോഷ്യൽ ഇന്ററാക്ഷനിൽ സിംബൽസിന്റെ പ്രാധാന്യം എന്തെന്ന് അദ്ദേഹം കുറെ കൂടി അദ്ദേഹത്തിന്റെ വർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംബൽസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട്, വേർഡ് ഓർ ഗസ്റ്റേഴ്സ് ദാറ്റ് ക്യാരി സ്പെസിഫിക് മീനിങ്. എക്സാമ്പിൾ വെഡിങ് റിംഗ് സിംബലൈസ് കമ്മിറ്റ്മെന്റ് അല്ലെ. അതായത് സിംബൽസ് മനുഷ്യൻ അവന്റെ ഡേ ടു ഡേ ലൈഫിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിംബൽസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സിംബൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് ആവാം, എന്തെങ്കിലും ഗസ്റ്റേഴ്സ്, എന്തെങ്കിലും ആംഗ്യങ്ങളാവാം. ഓക്കെ, സിംബൽസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ വെഡിങ് റിംഗ്, അതെന്താണ്, അത് നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു സിംബൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇങ്ങനെ സിംബൽസ് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആവാം, വേർഡ് ആവാം, ഗസ്റ്റേഴ്സ് ആവാം, എനിത്തിങ്. ഓക്കെ, സോ അതാണ് ഈ സിംബൽസ് ആയിട്ട് പറയുന്നത്. സിംബൽസിനെ കുറിച്ചും സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെ ഹെർബർട്ട് മീഡ് അഭിപ്രായം അല്ലെങ്കിൽ ഹെർബർട്ട് മീഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ, തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിംബൽസിന്, എല്ലാ സിംബൽസിനും ഓരോ അർത്ഥതലങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് മീഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ മീഡിന്റെ വീക്ഷണത്തില് മനുഷ്യന്റെ ചിന്തയും അനുഭവങ്ങളും പെരുമാറ്റവും അടിസ്ഥാനപരമായിട്ട് അതെല്ലാം എന്താണ്, അത് സോഷ്യലാണ് അല്ലെങ്കിൽ സാമൂഹികമാണ് എന്നാണ് മീഡ് പറയുന്നത്. മനുഷ്യൻ ഇടപഴകുന്നത് ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ ആണ് എന്നൊക്കെയാണ് മീഡ് പറയുന്നത്. ഓക്കെ, ഭാഷയും ഉണ്ട്, സോഷ്യൽ ഇന്ററാക്ഷന് ഭാഷയും ഉണ്ട്, അതുപോലൊപ്പം തന്നെ ചില സിംബൽസുകളും, അത് ചിലപ്പോൾ ഒബ്ജക്റ്റ് ആകാം, വേർഡ് ആകാം, ഗസ്റ്റേഴ്സ് ആകാം അല്ലെ. അപ്പൊ ഇങ്ങനെ സിംബൽസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് മീഡ് പറയുന്നത്. സോ മനുഷ്യൻ ലൈഫിൽ സോഷ്യൽ ഇന്ററാക്ഷനിൽ സിംബൽസിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചിഹ്നം ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെയോ മാത്രം പ്രതിനിധീകരിക്കുന്നില്ല, അതെന്താണ്, ഒരു പ്രത്യേക രീതിയിൽ നിർവചിക്കാൻ കഴിയുന്നതാണ് സിംബൽസ്. അതിനൊരു പ്രത്യേക അർത്ഥതലങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് മീഡ് വാദിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ
വസ്തുക്കളിലും അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് സംഭവങ്ങളിലും ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾസ് ഒരു പ്രത്യേക അർത്ഥങ്ങൾ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു അർത്ഥം ഇമ്പോസ് ചെയ്യുകയും മനുഷ്യർക്ക് പരസ്പരം ഇടപഴകാൻ കഴിയുന്ന ഒരു മാർഗം ഈ ഒരു സിമ്പിൾസിലൂടെ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സിമ്പിൾസിനും ഓരോ അർത്ഥങ്ങളുണ്ട്. മനുഷ്യർ ഇടപഴകുന്ന സമയത്ത് ഈ സിമ്പിൾസ് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസ് മറ്റൊരു സ്ഥലത്ത് അതിന്റെ മീനിങ് വേറെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സിമ്പിൾസിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യർ ഇടപഴകുന്ന സമയത്ത് എന്താണ് അവരുടെ ഇന്ററാക്ഷന്റെ സമയത്ത് അവർ ഈ സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അർത്ഥതലങ്ങൾ ഒരിക്കലും ഈ സിമ്പിൾസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാറ്റിക് അല്ല. അതിങ്ങനെ ഓരോ സൊസൈറ്റിയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആയിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകും. ഓക്കെ, അങ്ങനെ സിമ്പിൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് സിമ്പിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് ഹെർബർട്ട് മീഡ് ആണ്. അതിന്റെ സെൽഫ് കോൺസെപ്റ്റ് ഹൗ ഇൻഡിവിജ്വൽ ഡെവലപ്പ് their identities through social interaction. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഒരു സെൽഫ് കോൺസെപ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ഈ ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ്, സെൽഫ്, സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പഠിക്കുവാണെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് പറയുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ തിയറികളൊന്നും പഠിക്കാനായിട്ട് തിയറി സൈഡുകളൊന്നും നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കാരണം നമ്മൾ അതിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ് പറയുന്നത്. ഓക്കെ, and a social construction of reality, this process by which people shape their perceptions of the world through shared meanings. Okay, അപ്പൊ എന്താണ് സോഷ്യൽ പെർസെപ്ഷൻ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The process by which people shape their perceptions of the world through shared meanings. Shared meanings ൽ നിന്ന് എന്താണ് അവർ അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെട്ട ആശയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, ആൾക്കാർ അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നു, ഷേപ്പ് ചെയ്തെടുക്കുന്നു എന്നാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സിമ്പിൾസ്, സെൽഫ് കോൺസെപ്റ്റ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം ഹെർബർട്ട് മീഡിന്റേതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്, ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫർ എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ മീനിങ്. ഇപ്പൊ സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലിൽ ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സിംബോളിക് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ പെരുമാറ്റം, അവരുടെ ഇന്ററാക്ഷൻസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിനെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മനുഷ്യന്റെ ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സോ അത് തന്നെയാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പോസിറ്റീവ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇതിനെതിരെ വന്നിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ് നെഗ്ലക്ട് മാക്രോ ലെവൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റമിക് ഇൻഇക്വാളിറ്റീസ്. അപ്പോൾ മാക്രോ ലെവൽ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. വളരെ മൈക്രോ തലത്തിലുള്ള അല്ലെങ്കിൽ വളരെ സൂക്ഷ്മ തലത്തിലുള്ള മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ അത് തന്നെയാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഫെമിനിസ്റ്റ് തിയറി. ഓക്കെ, ഫെമിനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. The feminist theory examines gender inequalities and the social structures that perpetuate them. അതായത് ഈ ഫെമിനിസ്റ്റ് തിയറിയിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലിംഗ അസമത്വങ്ങളെയും അവ നിലനിൽക്കുന്ന സാമൂഹിക ഘടനയെയും കുറിച്ച് കൂടുതൽ പരിശോധിക്കാനാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. It advocates for the analysis of women's experiences and the dismantling of patriarchal systems. ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ സ്ത്രീകളുടെ അനുഭവങ്ങളുടെ ഒരു അപഗ്രഥനവും പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ ഒന്ന് പൊളിച്ചെഴുതുക അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ കീ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ഹാരിയറ്റ് മാർട്ടിൻഗ്യൂ, അതുപോലെ എന്താണ് ജൂഡിത്ത് ബട്ട്ലർ ഒക്കെയാണ് ഈ ഒരു ഫെമിനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ അല്ലെങ്കിൽ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാരിയറ്റ് മാർട്ടിൻഗ്യൂ ആണ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സോഷ്യോളജിസ്റ്റ് ടു ഫോക്കസ് ഓൺ ജെൻഡർ ഇൻഇക്വാലിറ്റി. അതായത് ലിംഗ അസമത്വത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലിംഗ അസമത്വവുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് സ്റ്റഡികൾ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ഹാരിയറ്റ് മാർട്ടിൻഗ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ജൂഡിഷ് ബട്ട്ലർ എന്ന് പറയുന്നത് എക്സ്പ്ലോർ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ജെൻഡർ എന്ന് പറയുന്നത് അത് സാമൂഹിക ഘടനയായിട്ട് പര്യവേഷണം ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറയുന്ന ഒരാള്. ഓക്കെ, അപ്പോ
മെയിൻലി എന്താണ് ഈ ഹാരിറ്റ് മാർട്ടിന്യൂ ആൻഡ് ജൂഡിത്ത് ബട്ട്ലറും ആണ് പ്രധാനമായും ഈ ഫെമിനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ വക്താക്കൾ എന്ന് പറയുന്നവര്. അപ്പൊ ഹാരിറ്റ് മാർട്ടിന്യൂ അഗസ്റ്റാംഡയുടെ വർക്കുകൾ, അദ്ദേഹം ഫ്രഞ്ചിലാണ് അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ എഴുതിയിരുന്നത്. അപ്പൊ ആ ഒരു വർക്കുകളൊക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ മാർട്ടിന്യൂ ആണ് കേട്ടോ. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ പാട്രിയാർക്കൽ വ്യവസ്ഥിതിക്കെതിരെ അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുക, സ്ത്രീകളുടെ അവസ്ഥകളെ കുറിച്ചും ജെൻഡർ ഇൻഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ആദ്യകാലത്തിൽ ഇത്തരം ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ പഠനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ഹാരിറ്റ് മാർട്ടിന്യൂ. അപ്പോൾ അവരുടെ കോൺസെപ്റ്റ് ആണ് ഈ പാട്രിയാർക്കി, ജെൻഡർ ഇൻഇക്വാലിറ്റി ഒക്കെ. അപ്പൊ അതെന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. പാട്രിയാർക്കി എന്ന് വെച്ചാൽ സിസ്റ്റം വേർ മെൻ ഹോൾഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് പവർ ആൻഡ് പ്രിവിലേജസ് അല്ലെ, പുരുഷാധിപത്യം, അതാണ് പാട്രിയാർക്കി അല്ലെ, പുരുഷന്മാർക്ക് ആനുപാതികമല്ലാത്ത അധികാരവും പദവിയും ഉള്ള ഒരു വ്യവസ്ഥിതി. ഓക്കെ, അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്കാണ് ഹൈ ഒരു പ്രിവിലേജ് ഒക്കെ ഉള്ളത്, പവർ ഒക്കെ ഉള്ളത്. അത് തന്നെയാണ് ഈ പാട്രിയാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. അതുപോലെ ജെൻഡർ ഇൻഇക്വാലിറ്റി, അൺഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ ജെൻഡർ. ജെൻഡറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ത്രീകൾക്ക് പുരുഷനും എന്താണ് ഒരേപോലെ തുല്യമായിട്ടുള്ള ഒരു റിസോഴ്സസ് അല്ല ലഭ്യമാകുന്നത് സമൂഹത്തിൽ അല്ലെ. ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അവിടെ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട്. അതുതന്നെയാണ് ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ആൻ അൺഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ ജെൻഡർ. And intersectionality, the interplay of race, class, gender and other identities is shaping social experiences. എന്താണ് സാമൂഹിക അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ റേസ്, വംശം, വർഗം, ലിംഗഭേദം ഇതുപോലുള്ള മറ്റ് ഐഡന്റിറ്റികൾ എന്നിവയുടെ പരസ്പര ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഇന്റർസെക്ഷനാലിറ്റി എന്നിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഈ മാർട്ടിന്യൂ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫെമിനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈലൈറ്റ്സ് സിസ്റ്റമിക് നാച്ചർ ഓഫ് ജെൻഡർ ബേസ്ഡ് ഒപ്രഷൻസ് അല്ലെ, അതായത് ലിംഗാധിഷ്ഠിത അടിച്ചമർത്തലിന്റെ വ്യവസ്ഥാപരമായ സ്വഭാവത്തെ എടുത്തു കാണിച്ച ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഫെമിനിസ്റ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്. ആൻഡ് ഇതിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സംടൈംസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഫോക്കസിങ് ടു നാരോലി ഓൺ ജെൻഡർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ ഡിമെൻഷൻസ്. അതായത് മറ്റ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മറ്റു മാനങ്ങളുടെ ചെലവിൽ ലിംഗഭേദത്തിൽ വളരെ സങ്കുചിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് ലിംഗഭേദത്തെ കുറിച്ച് മാത്രം ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് മെയിൻലി ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് അല്ലെ. പോസ്റ്റ് മോഡേണിസം ചാലഞ്ചസ് ദ ട്രഡീഷണൽ ഗ്രാൻഡ് തിയറീസ് ഓഫ് സോഷ്യോളജി. അതായത് സോഷ്യോളജിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള തിയറികൾ, ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള തിയറികളെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് പോസ്റ്റ് മോഡേണിസം. അപ്പൊ ഇവർ ആർഗ്യൂ ദാറ്റ് റിയാലിറ്റി ഈസ് ഫ്രാഗ്മെന്റഡ്, സബ്ജക്റ്റീവ് ആൻഡ് കൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. അപ്പൊ സമൂഹത്തിലുള്ള സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഫ്രാഗ്മെന്റഡ് ആണ്, ശിഥിലമാണ്, അത് വസ്തുനിഷ്ഠപരമാണ്, അത് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് അല്ലെ, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയാണ് ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ വാദിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. കാരണം മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ ട്രൂത്ത് ഇല്ല, അതിനെ റിജക്ട് ചെയ്തു. ആൻഡ് പകരം എന്താണ് അനുഭവങ്ങളുടെ വൈവിധ്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് പോസ്റ്റ് മോഡേണിസം എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ മൈക്കൽ ഫുക്കാർഡ്, ജീൻ ബഡ്രിലാർഡ് ഒക്കെയാണ്. അപ്പൊ മൈക്കൽ ഫുക്കാർഡ് എക്സാമിൻസ് പവർ ആൻഡ് നോളജ് ആസ് ടൂൾസ് ഫോർ സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ നിയന്ത്രണത്തിനുള്ള ടൂളുകൾ എന്ന് പറയുന്നത് അറിവും അതുപോലെ തന്നെ അധികാരവും അല്ലെങ്കിൽ പവറൊക്കെയാണ് എന്നാണ് മൈക്കൽ ഫുക്കാർഡ് പറയുന്നത്. ആൻഡ് ജീൻ ബോഡ്രിലാർഡിന്റെ അഭിപ്രായത്തിൽ ഹി എക്സ്പ്ലോർഡ് ഹൈപ്പർ റിയാലിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ പെർസെപ്ഷൻസ്. അതായത് ഹൈപ്പർ റിയാലിറ്റിയും അതുപോലെ ധാരണകൾ ഇതൊക്കെ ഇതിന്റെയൊക്കെ സ്വാധീനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്തത് ഈ ജീൻ ബോഡ്രിലാർഡ് എന്ത് ചെയ്തത് ഫോക്കസ് ചെയ്തത്. അതായത് ഹൈപ്പർ റിയാലിറ്റി എന്താണ്, അതുപോലെ തന്നെ മീഡിയ അതുപോലെ പെർസെപ്ഷൻസിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇത് സമൂഹത്തില് മീഡിയ അതുപോലെ ഓരോ പെർസെപ്ഷൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, ഹൈപ്പർ റിയാലിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ജീൻ ബോഡ്രിലാർഡ് എന്ത് ചെയ്തത് ഫോക്കസ് ചെയ്തത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡീകൺസ്ട്രക്ഷൻ ആണ്. ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്വസ്റ്റ്യനിങ് ആൻഡ് അനാലിസിങ് എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ സമൂഹത്തിലെ സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഇല്ല. അത് എന്താണ്, സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്നൊക്കെയാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയി നിൽക്കുന്ന നോംസിനെയും സ്ട്രക്ചേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്തു, ഇവര് ക്വസ്റ്റ്യനിങ് ചെയ്തു, അതിനെ എന്ത് ചെയ്തു, അനലൈസ് ചെയ്യാൻ തുടങ്ങി, അതിനെ ക്വസ്റ്റ്യനിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെയാണ് നമ്മൾ ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇറ്റ്സ് ക്വസ്റ്റ്യനിങ് ആൻഡ് അനലൈസിങ് എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓൾറെഡി സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന നോംസ് ആൻഡ് സ്ട്രക്ചേഴ്സിനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതിനെയാണ് ഡീകൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹൈപ്പർ റിയാലിറ്റി അല്ലെ, ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ബ്ലെൻഡിങ് ഓഫ് റിയാലിറ്റി ആൻഡ് മീഡിയ റെപ്രസെന്റേഷൻ. അതായത് യാഥാർത്ഥ്യത്തിന്റെയും അതുപോലെ തന്നെ മീഡിയ റെപ്രസെന്റേഷന്റെയും ഒരു ബ്ലെൻഡിങ് ആണ് ഈ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്ലൂറലിസം. പ്ലൂറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എംഫസിസ് ഓൺ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ആൻഡ് വോയിസസ്. അതായത് എന്താണ്, ഒന്നിലധികം കാഴ്ചപ്പാടുകളുടെയും അതുപോലെ ഒന്നിലധികം പെർസ്പെക്റ്റീവ്സിലൊക്കെ ഊന്നൽ നൽകുക എന്നുള്ളതാണ് ഈ പ്ലൂറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സുമായി ചേർന്ന് നിൽക്കുന്ന ചില കോൺസെപ്റ്റുകളാണ് ഡീകൺസ്ട്രക്ഷൻ, ഹൈപ്പർ റിയാലിറ്റി ആൻഡ് പ്ലൂറലിസം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ സ്ട്രെങ്ത് ആണ് പറയുന്നത് ഇറ്റ്സ് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഫോക്കസ് ഓൺ ഡൈവേഴ്സിറ്റി. എന്താണ്, വിമർശനാത്മക ചിന്തയെയും വൈവിധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്. ആൻഡ് അതുപോലെ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓഫൺ ക്രിട്ടിസൈസ്ഡ് ഫോർ ബീയിങ് ഓവർലി അബ്സ്ട്രാക്ട്സ് ആൻഡ് ലാക്കിംഗ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. അതായത് അമിതമായ കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രായോഗിക അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു അഭാവവും കാരണം പലപ്പോഴും ഈ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് സാധ്യമല്ല ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ എന്നാണ് പറയുന്നത്. സോ അതാണ് ഇതിന്റെ എതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. മറ്റൊരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് സിന്തസിസ്. So it's combine elements of structural functionalism and conflict theory to provide a more balanced view. അതായത് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ എലമെന്റ്സും അതുപോലെ കോൺഫ്ലിക്ട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ എലമെന്റ്സും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്, ഈ ഫങ്ഷണൽ കോൺഫ്ലിക്ട് സിന്തസിസ് പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. And it recognizes both stability and conflict as integral part of the society. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ കോൺഫ്ലിക്ട് സിന്തസിസ്റ്റ് വക്താക്കൾ പറയുന്നത് അല്ലെങ്കിൽ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമൂഹത്തിലെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോൺഫ്ലിക്ട് സമൂഹത്തിലെ ഇന്റഗ്രൽ പാർട്ടാണ്. ഈ സ്റ്റെബിലിറ്റിയും കോൺഫ്ലിക്റ്റും നമ്മുടെ സൊസൈറ്റിയിലെ ഇന്റഗ്രൽ പാർട്ടാണ്. ഈ രണ്ട് കാര്യത്തെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഈ ഫങ്ഷണൽ കോൺഫ്ലിക്ട് സിന്തസിസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇപ്പൊ കോൺഫ്ലിക്ട് തിയറി ആണെങ്കിൽ മെയിൻലി കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് നോക്കിയിരുന്നത്. ഈ ഫങ്ഷണൽ എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളാണെങ്കിൽ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഉള്ളൊരു സ്റ്റഡിയാണ് ഈ ഫങ്ഷണൽ കോൺഫ്ലിക്ട് സിന്തസിസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ പ്രൊഫസർ ലൂയിസ് കോസർ ആണ്. He argued that conflict can serve as a mechanism for change and adoption. അപ്പോൾ ലൂയിസ് കോസറുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, can serve as a mechanism for എന്തിനു വേണ്ടിയിട്ട്, ഫോർ ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻസ് അല്ലെ. മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ എന്താണ്, ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവണം അല്ലെ. കോൺഫ്ലിക്റ്റുകളിലൂടെ സാമൂഹിക മാറ്റങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഒക്കെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പഴയ കാര്യങ്ങൾ മാറ്റം ഉണ്ടാകുന്നു, പുതിയതിനെയൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നു. സോ അത്തരം കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ആർഗ്യൂഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെർവ് ആസ് ദ മെക്കാനിസം ഫോർ ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ലൂയിസ് കോസർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ലൂയിസ് കോസർ ആരാണ്, ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് സിന്തസിസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താവാണ്. ലൂയിസ് കോസർ ആണ് ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രധാനപ്പെട്ട വക്താവ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഈ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവുമായി ബന്ധപ്പെടുത്തിയിട്ട് ലൂയിസ് കോസറിന്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് ആണ്. അതെന്താണ് ഈ കൺസ്ട്രക്റ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്,
because it's disputes that lead to necessary changes in social system അല്ലെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ ആവശ്യമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് ആവശ്യമായ മാറ്റങ്ങൾ സാമൂഹ്യ വ്യവസ്ഥയിൽ ആവശ്യമായ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന തർക്കങ്ങളെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹിക വ്യവസ്ഥിതിയിൽ ആവശ്യമായ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന കോൺഫ്ലിക്റ്റുകളാണ് ഈ കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇക്വിലിബ്രിയം ആൻഡ് ഡിസെക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റും പറയുന്നുണ്ട്. സോ ഇതിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സമൂഹത്തിലെ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റിയെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് സ്ഥിരതയും അസ്ഥിരതയും ഒക്കെ സന്തുലിതമാക്കുക എന്നുള്ളതാണ് മെയിൻലി ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു അതിന്റെ ഒരു സന്തുലിതാവസ്ഥ, അതിന്റെ ഒരു ബാലൻസിങ്ങിനെയാണ് ഇക്വിലിബ്രിയം ആൻഡ് ഡിസെക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അക്നോളജസ് ദ കോംപ്ലക്സിറ്റി ഓഫ് സോഷ്യൽ ഡൈനാമിക്സ് അല്ലെ. അതായത് സാമൂഹിക ചലനാത്മകതയുടെ സങ്കീർണതകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് അംഗീകരിക്കുന്നുണ്ട് അല്ലെ. സാമൂഹിക മാറ്റങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡൈനാമിക് ചേഞ്ചസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ അത് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് ക്രിറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ക്യാൻ ലാക്ക് ഡെപ്ത് ഇൻ അഡ്രസ്സിംഗ് സ്പെസിഫിക് സൊസൈറ്റൽ ഇഷ്യൂസ്. അതായത് സമൂഹത്തിൽ നടക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെതിരെയുള്ള പ്രധാന ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യോളജി ആണ്. പ്രധാനമായും സ്ട്രക്ചറൽ ഫങ്ഷണലിസം, കോൺഫ്ലിക്റ്റ് തിയറി, പോസ്റ്റ് മോഡേണിസം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.